പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 178 വചനമാണ്. ഈ വചനം ഇതിനെ തുടർന്നുള്ള വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് തുടങ്ങുന്ന വചനം അൽ ഖിസാസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിശുദ്ധ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഒരു ഇസ്ലാമിക നാടായി പരിലസിച്ചു. അവിടെ മുസ്ലിം സമൂഹം തീർക്കപ്പെട്ടു. ഒരു സമൂഹത്തിൻ്റെ സുഭദ്രത, അഖണ്ഡത, സുരക്ഷിതത്വം ഇതൊക്കെ കളിയാടാൻ അക്രമങ്ങളും അന്യായങ്ങളും അന്യം നിൽക്കേണ്ടതുണ്ട്. പുണ്യങ്ങൾ, നന്മകൾ, സൽസ്വഭാവങ്ങൾ, സൽചര്യകൾ അവിടെ വാഴേണ്ടതുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ വിശാലമായി വിശദമായി അൽ ബിർ എന്ന ആശയത്തെ പഠിച്ചു. സൽപ്രവൃത്തി, സൽസ്വഭാവം, സൽചര്യ, അതിൽ വിശ്വാസകാര്യങ്ങൾ, ആരാധനകൾ, പെരുമാറ്റങ്ങൾ, ദാനവായ്പകൾ, ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ ഗമനത്തിനും അനിവാര്യമായത് നമ്മൾ പഠിച്ചു. ഇനി അക്രമത്തെയും അനീതിയെയും അന്യായത്തെയും സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധികൾ അവതരിപ്പിക്കുകയാണ്. അതിൽ പ്രഥമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിനെയാണ് ഇവിടെ ഉണർത്തുന്നത്. അതെന്തുകൊണ്ട്? അന്നാളുകളിൽ മനുഷ്യരക്തത്തിൻ്റെ വില തീരെ വിഗണിക്കപ്പെട്ടിരുന്നു. മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. മനുഷ്യജീവൻ ഹനിക്കപ്പെടുകയും മനുഷ്യ രക്തം ചിന്തപ്പെടുകയും ചെയ്താൽ പിന്നീട് അങ്ങോട്ട് അന്യായങ്ങളുടെയും അക്രമങ്ങളുടെയും ഒരു ഘോഷയാത്രയായിരുന്നു. ഈ വിശുദ്ധ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ഒരു സാമൂഹിക ദുരാചാരം, ആൾക്കൂട്ടങ്ങളിലുണ്ടായിരുന്ന അന്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുകയാണ്. സാമൂഹികമായ ഒരു ഉച്ചനീചത്വം, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നീതിയുടെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയുമാണ് ഈ വചനത്തിലൂടെ. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറേ ചരിത്രങ്ങൾ പിറകോട്ട് മറിച്ച് നോക്കി ഈ ആയത്തിനെ പഠിക്കണം. അങ്ങനെ ഈ ആയത്തിൻ്റെ വിധി എന്ത്, തേട്ടമെന്ത്, അവതരണ ലക്ഷ്യമെന്ത് എന്നത് ഉൾക്കൊള്ളുകയും വേണം. നമ്മുടെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. വളരെ സുന്ദരമായ വിഷയങ്ങളാണ് ഈ ഒരു മഹൽ വചനം കൈകാര്യം ചെയ്യുന്നത്. മാനവരുടെ ചരിത്രത്തിൽ മാനുഷികതയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും വരികൾ ഈ വചനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യപ്പെട്ടത് നമ്മൾ വായിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ആയത്തിൻ്റെ വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു വിശുദ്ധ മദീനയുടെ പശ്ചാത്തലത്തിലാണ് വചനത്തിൻ്റെ അവതീർണത. ഈ വചനത്തിൻ്റെ പ്രഥമ അഭിസംബോധിതർ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളുമാണ്. വിധി വിലക്കുകൾ വിശ്വാസികൾക്കാണ്. വിശിഷ്യ ഈ ആയത്തിൽ ഖിസാസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഖിസാസ് പ്രതിക്രിയയാണ്. ഈ പ്രതിക്രിയ ശിക്ഷാവിധിയാണ്. ഇസ്ലാമിക രാഷ്ട്രവും ഭരണാധികാരിയും ന്യായപീഠവും
നിലവിലുള്ളിടത്താണ് ഇത് നടപ്പിലാക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് ഇക്കാര്യം ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിലാണ് ഈ വചനം ആരംഭിക്കുന്നത്. അള്ളാഹു സത്യവിശ്വാസികളെയാണ് ഇവിടെ വിളിക്കുന്നത്. ഈ വിളിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ 104, 153, 172 വചനങ്ങളൊക്കെ 3 തവണ ഈ വചനങ്ങളുടെ തുടക്കത്തിൽ ഈ വിളി വന്നിട്ടുണ്ട്. ഇത് 4-ാം തവണയാണ് സൂറത്തുൽ ബഖറയിൽ വരുന്നത്. സൂറത്തുൽ ബഖറയിൽ 11 തവണ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള വിളിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ 89 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റും ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിളി ഉയർത്തിയാൽ അന്നിദാ ഉൽ മുഹബ്ബബ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. അന്നിദാ ഉൽ മുഹബ്ബബ്, ഏറ്റവും ഇഷ്ടമായ ഇമ്പമാർന്ന വിളി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം ഉൾക്കൊണ്ടവർ എന്ന വിശേഷണം നൽകിയിട്ടുള്ള വിളിയാണല്ലോ. ആ വിളി വന്നാൽ ഒന്നുകിൽ ഒരു കൽപ്പനയായിരിക്കും പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ ഒരു വിരോധമായിരിക്കും വിട്ടുനിൽക്കാൻ, അല്ലെങ്കിൽ സന്തോഷിക്കാൻ ഒരു സുവിശേഷമായിരിക്കും, അല്ലെങ്കിൽ അകന്നു നിൽക്കാൻ ഒരു അപായ സൂചനയായിരിക്കും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി കേട്ടാൽ തുടർന്ന് പറയുന്നതിന് കാതു കൊടുക്കണം, സാഗൂതം അത് കേൾക്കണം. ഇതാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഏതായാലും ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്നാണ്. കുതിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കതബ എന്നുള്ളത് കിതാബത്തിൽ നിന്നാണ്. കിതാബത്ത് എഴുത്താണ്. പക്ഷേ അതിനെ തുടർന്ന് ആല വരുമ്പോൾ കതബ ആല, കുതിബ ആല എന്ന് വരുമ്പോൾ എഴുതുന്നത് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാനാണ്. നമ്മൾ വായോണ്ട് പറയുന്നൊരു കാര്യം എഴുതുകയായാൽ അത് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്. കടം എഴുതാൻ പറഞ്ഞില്ലേ, ഇദാ തദായൻതും ബിദൈനിൻ ഫക്തുബു ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബു. എഴുതാൻ പറഞ്ഞത് എന്തിനാ? ഉറപ്പിക്കാനാണ്. ഈ കതബ ഇതിനെ തുടർന്ന് ആല വന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധത്തെ ദ്യോതിപ്പിക്കും. അതുകൊണ്ടാണ് കുതിബ അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥം പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നിർബന്ധ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? അൽ ഖിസാസ്, ഖിസാസിന്. ഇവിടെ കുതിബ അലൈക്കും അൽ ഖിസാസ്, ഖിസാസ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആരാണ് നിർബന്ധമാക്കിയത്? അത് പറഞ്ഞില്ല, ഫാഇൽ പറയപ്പെട്ടില്ല. അതിന് പകരം അൽ ഖിസാസ് എന്ന നായിബ് ഫാഇലാണ് പറയപ്പെട്ടത്. ഫാഇൽ പറയേണ്ടതില്ല. ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാക്കുന്നവൻ നിയാമകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതറിയപ്പെട്ടതാണ്, സുവിദിതാണ്. അതുകൊണ്ടാണ് അത് അവിടെ പറയാതിരുന്നത്. കുതിബ അലൈക്കും അൽ ഖിസാസ്, ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല, ഖത്ലയുടെ വിഷയത്തിൽ. ഖത്ല എന്നുള്ളത് അൽ ഖതീൽ എന്നതിൻ്റെ ബഹുവചനാണ്. ഖതീൽ എന്ന് പറഞ്ഞാൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ. ഖതീൽ എന്നതിൻ്റെ ബഹുവചനാണ് ഖത്ല, കൊല്ലപ്പെട്ടവർ. ജരീഹ് എന്ന് പറയും മുറിവേറ്റവന്. ബഹുവചനം ജർഹ, മുറിവേൽക്കപ്പെട്ടവർ, മജ്റൂഹ്. അപ്പോൾ ഇവിടെ അൽ ഖത്ല എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവർ. ഫിൽ ഖത്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ, വിഷയത്തിൽ. ഫി ഷഅനിൽ ഖത്ല, ഫി അംറിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ, കാര്യത്തിൽ ഖിസാസ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ വിശ്വാസികൾക്ക് നിയമമാക്കപ്പെട്ട, നിർബന്ധമാക്കപ്പെട്ട അൽ ഖിസാസ് അതെന്താ നമുക്ക് മനസ്സിലാക്കാം. ഈ ഖിസാസ് അത് ഖസ്സ
ഖസസ്തു എന്നൊക്കെ പറയും. എന്തിന്? പിന്തുടർന്നു എന്ന അർത്ഥത്തിൽ. ചുവട് ഒപ്പിച്ച് മറ്റുള്ളവരെ തുടർന്ന് നടക്കുന്നതിന് അതിനാണ് ഖസ എന്ന് പറയാം. ഒരാൾ മറ്റൊരാളെ അയാളുടെ ചുവടൊപ്പിച്ചിട്ട് നടക്കുക. നമ്മൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരിയോട് പറയുന്നുണ്ടല്ലോ ഖുസ്സീഹി എന്ന്. മൂസ കുട്ടിയുണ്ടായപ്പോൾ ഫിറോൻ കുടുംബം വധിക്കുമെന്ന് വിചാരിച്ചിട്ട് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് മഹദി കുട്ടിയെ നദിയിലൊഴുക്കിയല്ലോ, താബൂത്തിലിട്ട്. എന്നിട്ട് നദിയിലൊഴുക്കിയിട്ട് വെള്ളം ഓളം കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഉമ്മ മകളോട് പറയുന്നുണ്ട് ഖുസ്സീഹി, കുട്ടിയെ പിന്തുടരാൻ പറയുന്നുണ്ട്. കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നന്വേഷിക്കാൻ നോക്കാൻ. അതാണ് പിന്തുടരുക. സൂറത്ത് അൽ കഹ്ഫിൽ ഫർത്തദ്ദ അല ആസാരിഹിമ ഖസസ എന്ന് പറയുന്നില്ലേ, മൂസയും ഖദിറും അലൈഹിമസ്സലാം അവർ വന്ന വഴിയെ തിരിച്ച് നടന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അവർ അവരുടെ കാൽപ്പാടുകളെ പിന്തുടർന്ന് മടങ്ങിയെന്നാണ്. വന്ന വഴി കാൽവെപ്പുകൾ നോക്കിയിട്ട് അവരെന്ത് ചെയ്തു? ആ വഴിയെ മടങ്ങി എന്നുള്ളതാണ്. മൂസയും ഖദിറും അലൈഹിമസ്സലാം അവിടെ ഖസസ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്തുടരുക, ചുവടൊപ്പിച്ച് നടക്കുക, മറ്റുള്ളവരുടെ ചുവടൊപ്പിച്ച് നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. കഥ പറയുന്നതിന് ഖസ്സ എന്ന് പറയും. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. പണ്ട് പറഞ്ഞ ഒന്ന് അല്ലെങ്കിൽ പണ്ട് നടന്ന ഒന്ന് അതിനെ അതേപടി തുടർന്ന് പറയലാണല്ലോ കഥനം. അതുകൊണ്ടാണ് ഖസസ് എന്ന് കഥകൾക്ക് അല്ലെങ്കിൽ ഖിസസ്. അതേപോലെ പറയുന്നതിന് ഖസ്സ യഖുസ്സു എന്ന് പറയുന്നത്. ഖിസാസ് ഇതൊക്കെ ഒരേ ധാതുവിൽ നിന്നുള്ള ക്രിയാധാതുവിൽ നിന്നുള്ള വിൽപ്പന്നങ്ങളാണ്. ഇവിടെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ ഖിസാസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു അന്യായത്തിന് വിധേയമായി, അക്രമത്തിന് വിധേയനായി. അപ്പോൾ അക്രമത്തിന് വിധേയനാക്കിയവൻ താൻ ചെയ്തതിന് തുല്യമായത് അനുഭവിക്കൽ, അതാണ് ഖിസാസ്. ഒരന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്യായത്തിന് സമാനമായത് അന്യായം ചെയ്തവൻ അനുഭവിക്കുക അല്ലെങ്കിൽ അവനെ അനുഭവിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു പിന്തുടരലുണ്ട്. അതിനാലാണ് ഈ പ്രതിക്രിയക്ക് അൽ ഖിസാസ് എന്ന് പറയുന്നത് ഇസ്ലാമിക സാങ്കേതിക ശബ്ദത്തിൽ. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധ നിയമം ആക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ മാത്രമല്ല. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, കൊല്ലപ്പെട്ടവരുടെ വിഷയം. അതില്ല എങ്കിൽ ഇസ്ലാമിൽ ഖിസാസ് അൽ ഖത്ൽ മനുഷ്യവധം, അതേപോലെ അൽ ഖത്അ മനുഷ്യരുടെ അവയവങ്ങൾ ഛേദിക്കൽ, അതേപോലെ അൽ ജുർഹ് അവയവങ്ങളിൽ മുറിവേൽപ്പിക്കൽ, അതേപോലെ ഷിജാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്കേൽക്കുന്ന വെട്ടുകൾ, പൊട്ടുകൾ, വിള്ളലുകൾ, അതിനാണ് പറയുക. പിന്നെ ഇസാലത്തു മൻഫഅത്തിൽ അഅ്ദ അവയവങ്ങളുടെ ഉപയോഗങ്ങൾ പോക്കുക, കെടുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്കറിയാം അൽ ഖത്ൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ കൊല്ലപ്പെടുക, മനുഷ്യരെ വധിക്കുക, അതിൽ ഖിസാസ് ഉണ്ട്. അതേപോലെ മനുഷ്യരുടെ അവയവങ്ങൾ മുറിക്കുക, കൈ കൊത്തുക, കാല് വെട്ടുക, ചെവി മുറിക്കുക, മൂക്ക് ചെത്തുക, ഇങ്ങനെ തുടങ്ങി അവയവങ്ങൾ ഛേദിക്കൽ, അതിൽ ഖിസാസ് ഉണ്ട്. അതേപോലെ തന്നെ വൽ ജുറൂഹ ഖിസാസ് എന്ന് പറഞ്ഞില്ലേ, മുറിവുകൾ, അവയവങ്ങൾ മുറിച്ചിടുന്നില്ല പക്ഷേ മുറിവുകൾ തീർക്കുന്നു, വ്രണങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ ഖിസാസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഷിജാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്കേൽക്കുന്ന വെട്ടുകളാണ്. അത് ഇതര അവയവങ്ങൾ കേൾക്കുന്നത് പോലെയല്ല, അതിന് പ്രത്യേകം ഖിസാസാണ്. 10ഓളം
പേരുകളിൽ തലക്കേൽക്കുന്ന വെട്ടുകൾ, പൊട്ടലുകൾ ഫിഖ്ഹി കിതാബുകളിൽ കാണാം, ഹദീസുകളുടെ വെളിച്ചത്തിൽ അതിനെ വിശദീകരിച്ചത്. പിന്നെ ഇസാലത്തു മംഫഅത്തിൽ അഅദ, ഇസാലത്തു മംഫഅത്തിൽ അഅദ, അവയവങ്ങളുടെ ഉപയോഗങ്ങൾ കെടുത്തൽ. ചിലപ്പോൾ മുറിവേൽക്കില്ല, പൊട്ടും ഉണ്ടാവില്ല, പക്ഷേ ചില ദ്രോഹങ്ങൾ ഏറ്റ് അവയവങ്ങൾ അതിൻ്റെ ഉപയോഗക്ഷമത കെട്ടുപോകും. കൈ പിടിക്കാനുള്ളതാണ്, അതേപോലെ തന്നെ ഭക്ഷിക്കാനുള്ളതാണ്, പാനം ചെയ്യാനുള്ളതാണ്, കയ്യിൻ്റെ പല ധർമ്മങ്ങളുണ്ട്. പക്ഷേ ചില ഉപദ്രവങ്ങൾ ഏറ്റിനെങ്കിൽ പിന്നെ കൈ കുഴഞ്ഞു പോകും, ഒരു ധർമ്മത്തിനും ഉപയോഗപ്പെടാത്ത രീതിയിൽ. അതിൽ ഖിസാസ് ഉണ്ട്. കേവലം ഈ മനുഷ്യവധത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഖിസാസ്. അനസ് റളിയല്ലാഹു തആലാവിൻ്റെ അമ്മായി റുബയ്യ ബിൻത് അൻ-നദർ, അനസ് റളിയല്ലാഹുവിൻ്റെ വാപ്പ മാലിക് ബിൻ നദർ, ഈ മാലിക് ബിൻ നദറിൻ്റെ സഹോദരിയാണ് റുബയ്യ ബിൻത് നദർ. അവരെന്ത് ചെയ്തു, പിന്നെ റുബയ്യ അൻസാരികളിൽപ്പെട്ട ഒരു ജാരിയത്തിനെ അടിച്ചു, മുഖത്താണ് അടിച്ചത്. അതോടുകൂടി അവരുടെ പല്ലുകൾ പൊട്ടി, ഈ ജാരിയത്തിൻ്റെ പല്ലുകൾ പൊട്ടി. അപ്പോൾ ഹദീസിൽ കാണാം ഫതലബൽ ഖൗമുൽ ഖിസാസ്, ഈ ജാരിയത്തിൻ്റെ ആളുകൾ ഖിസാസ് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് പ്രതിക്രിയ വേണം എന്നത് ആവശ്യപ്പെട്ടു. അപ്പോൾ അനസ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ മാപ്പാക്കണം, പൊറുക്കണം എന്നാവശ്യപ്പെട്ടു. ജാരിയത്തിൻ്റെ ആളുകൾ പറഞ്ഞു പൊറുക്കണ പരിപാടിയില്ല, മാപ്പാക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ദിയ തരാം എന്ന് പറഞ്ഞു, ദായധനം തരാം എന്ന് പറഞ്ഞു, ബ്ലഡ് മണി. അപ്പോഴും ഈ ജാരിയത്തിൻ്റെ ആളുകൾ പറ്റൂല എന്ന് പറഞ്ഞു, അവർ വിസമ്മതിച്ചു. അവർ പറഞ്ഞ ഖിസാസ്, ജാരിയത്തിനെ അടിച്ച് മുൻപല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അടിച്ച് റുബയ്യൻ്റെയും മുൻപല്ലുകൾ എടുക്കും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്ക് ഖിസാസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അനസ് റളിയല്ലാഹു തആലയുടെ പിതൃ സഹോദരൻ അനസ് ബിൻ നദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അതുകസ്സറു സനിയത്തു റുബയ്യ, അതുകസ്സറു സനിയത്തു റുബയ്യ, റുബയ്യൻ്റെ മുൻപല്ലുകൾ അത് പൊട്ടിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയതുഹ, റുബയ്യൻ്റെ മുൻപല്ലുകൾ അത് പൊട്ടിക്കപ്പെടുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന വചനമാണ്. അത് പൊട്ടിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന വചനം അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അല്ലാതെ വിധിയെ ഹനിച്ചുകൊണ്ടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയിൽ അതിർത്തിപ്പെട്ടോ അതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പരാമർശമല്ല. പിന്നെയോ റുബയ്യൻ്റെ പല്ലുകൾ പൊട്ടാതിരിക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദുആയാണ്, അതവിടെ നിന്ന് വന്നു എന്നാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു നദർ വന്ന് ഇത് പറഞ്ഞു, യാ അനസ് കിതാബുല്ലാഹ് അൽ ഖിസാസ്, അനസ് അള്ളാഹിൻ്റെ കിതാബാണ് എന്ത് ഖിസാസ്, അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹു നിർബന്ധിച്ചതാണ്. കുതിബ അലൈക്കും എന്നല്ല അള്ളാഹ് പറഞ്ഞു. അതുകൊണ്ട് കിതാബുല്ലാഹ് അൽ ഖിസാസ്, അള്ളാഹുവിൻ്റെ വിധിയാണ്, നിയമമാണ് ഖിസാസ് എന്നുള്ളത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പിന്നെ അതിൽ റുബയ്യൻ്റെ പക്ഷം നിന്നില്ല, ഈ മർദിതരുടെ കൂടെയാണ് നിന്നത്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നിലപാടിൽ ഫറദി അൽ ഖൗം ബിൽ അർഷ് എന്നാണ്, ഈ ജാരിയത്തിൻ്റെ ആളുകൾ ഞങ്ങൾക്ക് ദിയധനം തന്നാൽ ഞങ്ങൾ തൃപ്തരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഖിസാസ് ഒഴിവാക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്താ ആശ്ചര്യപ്പെടുന്നത്? ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, അള്ളാഹിൻ്റെ അടിമകളിൽ ചിലരുണ്ട്, അവർ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ ദുആ പെട്ടെന്ന് കബൂലാക്കും, സ്വീകരിക്കും. ഇവിടെ പിന്നെ അനസ് പറഞ്ഞല്ലോ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയതുഹ എന്ന് പറഞ്ഞല്ലോ, റുബയ്യൻ്റെ പല്ലുകൾ പൊട്ടിക്കപ്പെടാവതല്ല എന്ന്. അത് അള്ളാഹിനോടുള്ളൊരു പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ ഉള്ള വർത്താനാണ്. അള്ളാഹു അത് വാക്ക് കേട്ടു എന്നുള്ളതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ്
ഖിസാസ് ഒഴിവായി ദിയയിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് നമുക്കിതുപോലത്തെ കുറേ ചരിത്രങ്ങൾ ഇതിൽ ഈ ആയത്തിൽ വരും ഇൻഷാ അല്ലാ. ഖിസാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വധത്തിൻ്റെ വിഷയത്തിലുണ്ട്, അവയവങ്ങൾ ഛേദിക്കപ്പെടുന്ന വിഷയത്തിലുണ്ട്, ശരീരാവയവങ്ങളിൽ മുറിവേൽപ്പിക്കപ്പെടുന്ന വിഷയത്തിലുണ്ട്, തലക്കേൽക്കുന്ന പൊട്ടുകൾ വെട്ടുകൾ അതിലുണ്ട്, പിന്നെ ശരീരാവയവങ്ങളുടെ ഉപയോഗക്ഷമത അത് കെടുത്തുന്ന വിഷയത്തിലുണ്ട്. അതും ഒറ്റയടിക്ക് വെട്ടുക, ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളതല്ല. ഖിസാസ് അത് നടപ്പിലാക്കാൻ ഇനിയിപ്പോൾ ഘാതകൻ്റെ വിഷയത്തിലാണെങ്കിൽ തന്നെ, ഘാതകൻ്റെ വിഷയത്തിൽ തന്നെ അവിടെ അൽ ഖാത്തിൽ കൊന്നവനുണ്ട്, പിന്നെ അൽ ഖത്തിൽ കൊല എന്ന ഒരു കുറ്റകൃത്യമുണ്ട്, പിന്നെ അൽ മഖ്തൂൽ കൊല്ലപ്പെട്ടവനുണ്ട്. ഈ 3 വിഭാഗം ഇവരിലൊക്കെ കുറേ ഷർത്തുകളുണ്ട്. കൊലയാളിയുടെ വിഷയത്തിൽ, അവൻ കൊല ചെയ്ത വിഷയത്തിൽ, പിന്നെ ആരെയാണോ കൊന്നത് അവൻ്റെ വിഷയത്തിൽ കുറേ ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ശിക്ഷാ കോടതിക്ക് ബോധ്യം വരുമ്പോഴാണ് ഖിസാസ്. ഇൻഷാ അല്ലാ നമുക്കതിവിടെ നമുക്ക് വഴിയെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പഠിച്ചു പോകാനുള്ള ഭാഗങ്ങളാണ്. നമ്മളത് ശരിക്ക് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയും വേണം. കാരണം ഇസ്ലാം ഇന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് പല നിലക്കും. അതിന്ന് മാത്രമല്ല, ഇന്നലെയും ഒക്കെ വിഷയം ഇസ്ലാം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ വിമർശകർ പിടിച്ചു നിൽക്കാനാകാതെ പരാജയം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ചരിത്രം, യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? അവർ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നതിനാൽ പ്രത്യക്ഷ വായനയിൽ പലതും അവർ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. എന്നിട്ടതിൽ അവർ ഇസ്ലാമിനെ നിരൂപിക്കുന്നു, എതിർക്കുന്നു. വിഷയം യഥാവിധം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എത്ര സുന്ദരം, ഇസ്ലാമിക അധ്യാപനങ്ങൾ എത്ര മഹനീയം എന്ന് ഏവർക്കും നന്നേ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ നമ്മൾ ഈ ഖിസാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിക അധ്യാപനങ്ങൾ, അതിൻ്റെ സൗന്ദര്യം നമുക്ക് ഇൻഷാ അല്ലാ പഠിച്ചു പോകാം ഈ തുടർ പഠനത്തിൽ. ഈ ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ പഠിക്കുമ്പോൾ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം. അന്ന് കാലങ്ങളിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ അറേബ്യൻ ഗോത്രങ്ങൾ ചിലർ ചിലരേക്കാൾ കുലമഹിമ നടിച്ചിരുന്നു, ഗോത്രത്തിൻ്റെ പെരുമ പറഞ്ഞിരുന്നു. കുലപതികൾ താന്താങ്ങളാണ് മുമ്പന്മാർ എന്ന് വീമ്പിളക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ കാണാം, ഖാന ബൈന ഹയ്യൈനി മിനൽ അറബ് ദിമാഉ ഫിൽ ജാഹിലിയ, അറബികളുടെ 2 ഗോത്രങ്ങൾക്കിടയിൽ രക്തപ്പക നിലനിന്നിരുന്നു. ചില ഗോത്രക്കാർ ചില ഗോത്രക്കാരെ കൊന്നതിനാൽ തിരിച്ചു കൊല്ലാനുള്ള രക്തപ്പക, അതാണ്. വക്കാനലി അഹദിഹിമ തൗലുൻ അലൽ ആഖർ, ഈ രക്തപ്പക നിലനിൽക്കുന്ന 2-ൽ 1 കൂട്ടർ അവരിനേക്കാൾ സ്ഥാനത്തിൽ മികച്ചവനായിരിക്കും. അവിടുത്തെ ആ സാമൂഹ്യ ചുറ്റുപാടിലാണ് പറയുന്നത്. അങ്ങനെ ഫ അഖ്സമൂ ലനഖ്തുലന്ന അൽ ഹുറ മിൻകും ബിൽ അബ്ദി മിന്ന, ഞങ്ങളുടെ അടിമകളെയാണ് നിങ്ങൾ കൊന്നത്, അതുകൊണ്ട് ഈ അടിമക്ക് പകരം ഞങ്ങൾ നിങ്ങളുടെ സ്വതന്ത്രരെ കൊല്ലും. വദക്കറ ബിൽ ഉൻസ, ഞങ്ങളുടെ പെണ്ണുങ്ങളെയാണ് നിങ്ങൾ കൊന്നത്, ഞങ്ങളുടെ പെണ്ണിന് പകരം നിങ്ങളുടെ ആണിനെ ഞങ്ങൾ കൊല്ലും. ഇതായിരുന്നു അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം, ചുറ്റുപാട് വ്യാപകമായി. ഇസ്ലാം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദിച്ചു. വിശുദ്ധ മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായി, വിധിവിലക്കുകൾ നിലവിലായി.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കേസുകൾ വന്നു. ഇത്തരം സാമൂഹ്യ ഉച്ചനീചത്വങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ, ഗോത്രങ്ങൾ അന്യോന്യമുള്ള ഈ അനീതി കൈകാര്യം ചെയ്യാൻ. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത. അടിമക്ക് പകരം കുറ്റം ചെയ്യാത്ത സ്വതന്ത്രൻ കൊല്ലപ്പെടുക, ഒരു സ്ത്രീ കൊന്നാൽ അതിനെ കൊന്ന സ്ത്രീയല്ലാതെ പുരുഷനെ പിടിച്ചു കൊല്ലുക, ഇങ്ങനെ തുടങ്ങിയുള്ള അനീതികൾ അറേബ്യൻ ഉപദ്വീപിൽ ഈ രക്തപ്പക കാരണത്താൽ പ്രതിക്രിയ, അത് അനീതി, അക്രമം, അന്യായം കലർന്ന നിലയിൽ തുടർന്നതിനാൽ മനുഷ്യരാശി വിത്തറ്റുപോകുമാർ അപകടകരമായിരുന്നു അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം, സാമൂഹ്യ ചുറ്റുപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ വചനങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചത്? ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ തുടർഭാഗം മനസ്സിലാക്കുന്നതോടൊപ്പം അന്നത്തെ അറബികളുടെ ഉച്ചനീചത്വത്തിൻ്റെ, അനീതിയുടെ, അക്രമത്തിൻ്റെ, അന്യായത്തിൻ്റെ ചില ചരിത്രങ്ങൾ നമ്മൾ ഈ തുടർച്ചയിൽ അനിവാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വലിയ കൊടിയ അന്യായങ്ങളെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൈകാര്യം ചെയ്തത്, നീതി ദീനുൽ ഇസ്ലാം നടപ്പിലാക്കിയത് എന്ന് നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ ബിഇദ്നില്ലാഹ് അടുത്ത എപ്പിസോഡിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.